ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചൂട് കാലത്ത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചൂടിന് ദാഹവും വിശപ്പൊക്കെ മാറാനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആർക്കും തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കിൻ്റെ റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ചെറിയ മൈസൂർ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം പഴുത്തിട്ടുള്ള മൈസൂർ പഴം തന്നെയാണ്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഒന്നുകിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ഇടിമുട്ടി എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുക. ഉടച്ചതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടയാക്കി എടുത്തതാണ്. അതും കൂടി ഒന്ന് കട്ടയൊന്ന് ചെറുതാക്കി ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അവലാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഞാനിവിടെ ഒരു പൊരി അവലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധാരണ അവലാണെന്നുണ്ടെങ്കിൽ പാനിൽ ചെറിയ രീതിയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കട്ടപ്പാൽ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ അടിച്ചെടുത്ത് കട്ടകളൊക്കെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ് എടുത്തിട്ട് ആദ്യം തന്നെ പഴവും പഞ്ചസാരയും മിക്സാക്കിയിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ റെഡിയാക്കാം. ഒന്നെങ്കിൽ നമ്മുടെ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള പാലും ബൂസ്റ്റ് അടിച്ചെടുത്തതിലേക്ക് അവിലും ഈ പഴത്തിൻ്റെ മിക്സൊക്കെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് കടലയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം പഴം ചേർത്തതിന് ശേഷം അതിലേക്ക് അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എന്തായാലും കടല ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും പഴമൊക്കെ ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ബൂസ്റ്റും പാലും ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുത്താൽ അടിയിലേക്ക് ഇറങ്ങി പോയിക്കോളും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നമ്മൾ കടല എന്തായാലും ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷണലാണ്. ഇതുപോലെ തന്നെ ബൂസ്റ്റ് പൊടിയും കൂടി മേലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ദാഹം മാറാനും അതോടൊപ്പം തന്നെ വിശപ്പൊക്കെ മാറാനും ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്